മാനിസേഴ്സിന് നമസ്കാരം. നിങ്ങളെവരെയും ഞാൻ സിനിമാ ലൊക്കേഷനിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. സിനിമാ ലൊക്കേഷന് മാനിസേഴ്സിന് നമസ്കാരം. എന്റെ പേര് സുധി, 36 വയസ്സ്, കല്യാണം കഴിച്ചിട്ടില്ല. നമ്മളിപ്പോൾ സിനിമാ ലൊക്കേഷനിലാണ് നിൽക്കുന്നത്. നമ്മളോടൊപ്പം അനവധി താരങ്ങളും പുതുമുഖ താരങ്ങളും വന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം നമ്മുടെ ബിന്ദു പണിക്കർ ചേച്ചിയാണ്. ചേച്ചിക്ക് എന്താണ് ഈ സിനിമയെ പറ്റി പറയുവാനുള്ളത്? അശോക, എനിക്ക് നിന്നോട് ചേച്ചി, ഞാൻ അശോകനല്ല സുധിയാണ്. എന്തായാലും എന്റെ ഡയലോഗിൽ എടാ അശോക ഞാൻ പറയാറുള്ളൂ. എടാ അശോക, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എനിക്കായിരുന്നു ഫസ്റ്റ്. പക്ഷെ റിസൾട്ട് കിട്ടിയപ്പോൾ ഞാൻ തോറ്റു. അതെങ്ങനെ? അവറ്റകൾക്ക് എന്നോട് സ്നേഹമില്ലാലോ. ചേച്ചി എന്തോ സ്വപ്നലോകത്താണെന്ന് തോന്നുന്നു. ഇപ്പോൾ നമ്മളോട് കൽപ്പന ചേച്ചിയാണ്. ചേച്ചി, താങ്കൾക്ക് എന്താണ് ഈ സിനിമയെ പറ്റി പറയുവാനുള്ളത്? ചേച്ചി, ഞാൻ അത്രക്കാരല്ല. അതിന് വെരി വെരി റീസൺ. ചേച്ചി എന്നെ തെറ്റിദ്ധരിച്ചെന്ന് തോന്നുന്നു. ഇപ്പൊ അല്പനേരം അവിടെ മാറി നിൽക്കുന്ന എന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം നമ്മുടെ ലാലു ചേട്ടനോട്, ചേട്ടൻ എന്താണ് ഈ സിനിമയെ പറ്റി പറയാനുള്ളത്? പേഴ്സണലായിട്ട് പറയുവാണെങ്കിൽ പേഴ്സണലായിട്ട് വേണ്ട, പബ്ലിക് ആയിട്ട് മതി. പേഴ്സണലായിട്ട് ഞാൻ പറയാറുള്ളൂ. പേഴ്സണലായിട്ട് പറയുവാണെങ്കിൽ ഞാൻ എന്റെ കുട്ടിക്ക് മാത്രമേ കല്യാണം കഴിച്ചു കൊടുക്കുള്ളൂ. മകളുടെ വിവാഹത്തെ പറ്റിയാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം പുതുമുഖതാരമായ രമേശ് വന്നിട്ടുണ്ട്. രമേശ്, താങ്കൾ എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിൽ വന്നത്? എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ ഫീൽഡിൽ വന്നത് മിമിക്രി തലത്തിലൂടെയാണ്. അപ്പോൾ ലാലു സാറാണ് എന്നെ ഈ സിനിമയിലേക്ക് റെക്കമെൻഡ് ചെയ്തത്. മിമിക്രി തലത്തിലൂടെയാണെന്ന് പറയുന്നു. ഇപ്പോൾ താങ്കൾ എന്ത് ഐറ്റംസ് ആണ് ഇവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്? താങ്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള നടീനടന്മാർ ആരൊക്കെയാണ്? ആദ്യമായിട്ട് ഒരു ട്രെയിൻ പോകുന്ന ശബ്ദം. അടുത്തായിട്ട് ഒരു പട്ടി വരയ്ക്കുന്ന ശബ്ദം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ബഹദൂറാണ്. അടുത്തൊരു ബഹദൂറിന്റെ സൗണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അവളെ ഞാനും കൂടി നാളെ ഇവിടുന്ന് പൊക്കോളാം. എൻ്റെ പൊന്നേമാനെ, എൻ്റെ മോള് പാവം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടി നവ്യ നായരാണ്. അപ്പോഴത്തേക്ക് നവ്യ നായർ സുഖം. എന്റെ ഗുരുവരപ്പ, എന്റെ പൊട്ട മനസ്സിൽ പാഴ്മുഖം തോന്നിയപ്പോ ഞാൻ ഇങ്ങടെ വന്ന് എന്റെ ഇട്ടപ്പാക്കിട്ട് വിളിച്ചിരിക്കണ്ട, എനിക്ക് മുഖം കാണണ്ട. മരുവട്ട ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഉണ്ണിയേട്ടനെ ഞാനേ കണ്ടിട്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. വളരെ നന്നായിട്ടുണ്ട് രമേശ് താങ്കളുടെ ഈ അവതരണം. ഇപ്പോൾ നമ്മുടെ കാവ്യമാധവനുണ്ട്. കാവ്യ, താങ്കൾക്ക് എന്താണ് ഈ സിനിമയെ പറ്റി പറയുവാനുള്ളത്? എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനിപ്പോഴും നിങ്ങളുടെ കാവ്യ തന്നെയാണ്. എൻ്റെ പുതിയ സിനിമയായ ഗദ്ദാമയിൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം കൊണ്ട് മാത്രമാണ് എനിക്ക് സിനിമയിൽ അവാർഡ് കിട്ടിയത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം കൊണ്ട് മാത്രമേ എനിക്ക് ഈ സിനിമയിലും നല്ല രീതിയിൽ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. നന്ദി, നമസ്കാരം കേട്ടോ. അടുത്തതായി നമ്മളോടൊപ്പം നമ്മുടെ കൊച്ചുമേമൻ ചേട്ടനുണ്ട്. ചേട്ടൻ എന്താണ് ഈ സിനിമയെ പറ്റി പറയാനുള്ളത്? പട്ടിയുണ്ട് സൂക്ഷിക്കാൻ കൂടി വെക്കുന്ന പോലെ, ആ മുണ്ട് വരയ്ക്കുന്ന കുട്ടികളുണ്ട് എന്ന് കൂടി വെച്ചാൽ അവളെ നന്നായിരിക്കും. ആ നേരാണ് കേട്ടോ.